എങ്കിലും ഞങ്ങൾ പരാജയപ്പെട്ടു. ആ പരാജയത്തെ ജനവിധിയായതുകൊണ്ട് ഞങ്ങൾ LDF, CPI എല്ലാ വിനയത്തോടും കൂടി അംഗീകരിക്കുന്നു. ജനവിധിയെ വിനയപൂർവ്വം അംഗീകരിക്കേണ്ട ഒന്നാണെന്ന് ഞങ്ങൾക്കറിയാം. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ആ മത്സരത്തിൽ വിജയം പോലെ തന്നെ സ്വാഭാവികമാണ് പരാജയവും. അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് വിജയം വരുമ്പോൾ ഞങ്ങൾ നിലമറന്ന് തലക്കനം മൂത്ത് അത്യാഹ്ലാദം കാണിക്കാറില്ല. പരാജയം വരുമ്പോഴും ഞങ്ങൾ എല്ലാം തകർന്നു പോയി എന്നും എല്ലാ വഴിയും അടഞ്ഞു പോയി ചിന്തിക്കുന്നുമില്ല. ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിന് വിജയം പോലെ തന്നെ പരാജയത്തെയും സത്യകമായി കാണാൻ കഴിയും. അങ്ങനെ അതിനെ കണ്ടുകൊണ്ട് ഞങ്ങൾ CPIയും LDF പൊതുവിലും തീർച്ചയായും അതിൻ്റെ പാഠങ്ങൾ പഠിക്കും. ഏത് പരാജയവും ഇടതുപക്ഷത്തോട് പറയുന്ന ഒരു ഘടകം അതാണ്, കാര്യം അതാണ്. എന്തുകൊണ്ട് പരാജയമുണ്ടായി, അതിൻ്റെ പാഠങ്ങൾ എന്തെല്ലാമാണ്. ആ പാഠങ്ങൾ പഠിച്ച് നികത്തേണ്ടവൻ നികത്തി, തിരുത്തേണ്ടവയെ തിരുത്തി LDF വീണ്ടും ജനങ്ങളിലേക്ക് പോകും. ഞങ്ങൾക്ക് ആത്യന്തികമായി വലിയവർ ജനങ്ങളാണ്. ആ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഞങ്ങൾ പൂർവാധികം കരുത്തോടുകൂടി ജനങ്ങളിലേക്ക് പോകും. ഞങ്ങൾക്കറിയാം, നിലമ്പൂരിൽ ഞങ്ങൾ എതിർത്തത് UDF മാത്രമല്ല, UDFൻ്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇടതുപക്ഷ വിരുദ്ധരായ എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ടാണ്, പ്രത്യക്ഷമായും പരോക്ഷമായും അവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞങ്ങളെ നിലമ്പൂരിൽ UDF എതിരിട്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ എതിരിട്ടത് നിലമ്പൂരിൽ ഇടതുപക്ഷ വിരുദ്ധരായ എല്ലാവരെയുമായിരുന്നു. ഇതിൽ UDF ഉണ്ട്, BJP ഉണ്ട്, SDPI ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. ആരെല്ലാം ഉണ്ടോ ഇടതുപക്ഷ വിരുദ്ധർ, അവരെല്ലാവരും ചേർന്നാണ് ഞങ്ങൾ എതിർത്തത്. എന്നിട്ട് ഞങ്ങൾ രാഷ്ട്രീയമല്ലാതെ വേറൊന്നും പറയാതെ, രാഷ്ട്രീയമല്ലാതെ വേറൊന്നും ചെയ്യാതെ എല്ലാ മാന്യതയും പുലർത്തിക്കൊണ്ട് അവിടെ പോരാടി. ഞങ്ങൾ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിച്ചു. ആ സ്ഥാനാർത്ഥി അന്തസ്സാർന്ന രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെ ഇടതുപക്ഷ നയങ്ങളുടെയും ജനതയുടെയും വിശ്വാസങ്ങളുടെ പ്രതീകമായിട്ട് മാറി. അതിൻ്റെ എല്ലാം അനുഭവങ്ങളാണ് ഞങ്ങൾ പറയുന്ന പാഠമെന്ന് പറഞ്ഞാൽ. ആ പാഠമെല്ലാം പഠിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. വേറെന്താ പറയേണ്ടത്? പക്ഷേ കണക്ക് നോക്കുമ്പോൾ LDFന്റെ വോട്ട് 16 ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ PVL ഫാക്ടറിന്റെ യഥാർത്ഥത്തിൽ PVL മുതൽ കെഡ്യൂസിന്റെ വോട്ട്, CPന്റെ വോട്ട് ചോർത്തിയെന്നല്ലേ പാർട്ടികൾ വിലയിരുത്താൻ കഴിയുക? PV അൻവർ കുറച്ച് വോട്ട് പിടിച്ചിട്ടുണ്ട്. ആ വോട്ട് UDFന്റെ വോട്ട് മാത്രമല്ല, ഞങ്ങളുടെ വോട്ടും അൻവർ പിടിച്ചു കാണും. നിലമ്പൂരിൽ കണ്ട ഈ അൻവർ ഘടകം അതും ഒരു പാഠമാണ്. രാഷ്ട്രീയത്തിൽ ഓരോരോ ആളുകളെ ഏറ്റെടുക്കുമ്പോഴും പൊക്കിപ്പിടിക്കുമ്പോഴും അവരാരാണ്, അവരെന്താണ്,
അവരുടെ പൊളിറ്റിക്കൽ കണ്ടൻറ് എന്താണ്, ആദർശപരമായ നിലപാടെന്താണ്, ഇത്തരം കാര്യങ്ങളെല്ലാം എല്ലാവരും പഠിക്കേണ്ടതുണ്ട്. PV അൻവർ ഫാക്ടർ നിലമ്പൂരിൽ ഫാക്ടറായി എങ്കിൽ ആ ഫാക്ടറിയെ പറ്റിയും പാഠം പഠിക്കുമ്പോൾ CPI പറയുന്നു, ഇത്തരം പ്രതിഭാസങ്ങളെ, നിലപാടില്ലാത്ത, തത്വങ്ങളില്ലാത്ത, തത്വദീക്ഷയില്ലാത്ത, സത്യചിന്തയില്ലാത്ത അത്തരം പ്രതിഭാസങ്ങളെയെല്ലാം ഏറ്റെടുക്കുമ്പോഴും വലുതാക്കുമ്പോഴും അവരെല്ലാം പിന്നെ എന്തെല്ലാം ആകുമെന്നും ഇതൊക്കെ ചെയ്യുമെന്നും കൂടി ജാഗ്രത കാണിക്കേണ്ട ബാധ്യത എല്ലാവർക്കും ഉണ്ടെന്ന് ആ ഘടകം പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ ആ പാഠവും പഠിക്കും.